മലയാളി മങ്ക. മലയാളി മങ്കിയോ? അല്ല ഞാൻ മങ്ക. മധുവങ്ങള് മങ്കീന്ന് വിളിച്ചു കേട്ടോ. അല്ലല്ല മീനൂട്ടിയാണ് വിളിച്ചത്. അല്ലല്ല ഞാൻ മലയാളി മങ്കാനില്ല ഇന്ന്. എല്ലാം എന്റെ തലയില്. പക്ഷെ എന്ത് ചെയ്തിട്ടും മലയാളി മങ്കയെ പോലെ തന്നെ ഇരിക്കണേ മീനൂട്ടി. അതെനിക്ക് ഇഷ്ടാ. ആണോ? എനിക്കും അതാ ഇഷ്ടം. പ്രത്യേകിച്ച് ആ കണ്ണും മൂക്കും. മലയാളി മങ്കയോ? മങ്കി ശരിക്കുള്ള മലയാളി മങ്കകൾ ഇത് വരുമ്പോ ചെവി പൊത്തു പിടിക്കുക. നോട്ടം കണ്ടില്ലേ? മധു നോട്ടം കണ്ടില്ലേ? അതെ 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 അതെ. ആർക്ക് തോന്നില്ലേ മലയാളി മങ്കയോ? അത് കുഴപ്പമില്ല, നമ്മളെല്ലാരും കൊരങ്ങന്മാരിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണല്ലോ. മങ്കി എന്നല്ല കൊരങ്ങന്റെ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല. മങ്ക അതാ അവിടെ നിക്കണം. അച്ഛൻ പാട്ട് പാടുന്ന ആളല്ലേ? കരോക്കെ. അച്ഛന് ചെറുപ്പത്തിലെ പാട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അച്ഛനിപ്പോ കരോക്കെ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി. ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം പാടാനായിട്ട്? കരോക്കെ. ഉണ്ണികളെ ഒരു കഥ പറയാം. ഒരു 2 വരി പാടിത്തരോ ഞങ്ങക്ക്? ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, ഇങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വെരി നൈസ്. ഇപ്പൊ അനുഷ്കയ്ക്ക് സന്തോഷായില്ലേ? അനുഷ്ക കാരണം അച്ഛന് പോയി വേദിയിൽ പാടിയില്ലേ? അച്ഛന് സാധിക്കാത്തത് അനുഷ്കയിലൂടെ സാധ്യമാവാണ് അച്ഛന്റെ ആഗ്രഹം. അതെ അതെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുകയാണ്. അനുഷ്, നമ്മളെ കൊച്ചിലെ എന്ത് ചെയ്യും? നമ്മൾ കൊച്ചിലെ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടക്കും. അവര് നമ്മുടെ കൈ പിടിച്ചു തരും അല്ലേ നടക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യണം? ആ കൈയൊക്കെ വിട്ടിട്ട് നമ്മൾ സ്വന്തമായി പറക്കണം. ആ പറക്കലാണ് ടോപ്പ് സിംഗർ. ഓക്കെ. ഈ ശബ്ദത്തിൽ തന്നെയാണോ എപ്പോഴും സംസാരിക്കാറ്? അല്ല, അനിയത്തിനോട് മാത്രം. അനിയത്തോട് സംസാരിക്കുന്ന ശബ്ദം എങ്ങനെയാ? അത് ഞാൻ അലറും. കുറച്ചുകൂടെ വോളിയം ഉണ്ടാവില്ലേ? അനിയത്തിയുടെ പേരെന്താ? അനിയത്തിയുടെ ആൻവി. ഹായ്. ദേ ഞങ്ങൾ ഒരുപോലെ മുടി കെട്ടിയിരിക്കുന്നു. ശരിയാണല്ലോ. ഹായ്. ചേച്ചി ഭയങ്കര ഒച്ചയിലാണോ സംസാരിക്കുന്നേ? ആണല്ലേ? നിങ്ങൾ വഴക്കുണ്ടാക്കുവോ? എപ്പോഴും. എന്താ വിളിക്കുന്ന ചേച്ചീനെ? വീട്ടിൽ നിന്ന് എടി പൊടി എന്നൊക്കെ വിളിക്കുവോ ചേച്ചീനെ? ഇപ്പൊ എന്നെ ഇവിടെ എല്ലാരും കാണാണല്ലോ പാട്ട് പാടുമ്പോ. അപ്പൊ അമ്മ ചേച്ചി എന്താ അങ്ങനെ, ചേച്ചി എന്താ ഇങ്ങനെ, ചേച്ചി എന്ന് വിളിക്കും. നേരിട്ട് അങ്ങനെ വിളിക്കില്ല. നേരിട്ട് ഡി 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 ഡി. എങ്ങനെയാ ചേച്ചി? ഭയങ്കര ശബ്ദത്തിലാണ് അൻവിക്കുട്ടി സംസാരിക്കാറ്. ചൊറിയാൻ പോകുമ്പോ ഒരു സാമ്പിള് കാണിച്ചു തരുമോ എങ്ങനെ അലറുന്നേന്ന്? ദേഷ്യപ്പെടുമ്പോ എങ്ങനെ ചേച്ചി ചേച്ചി കാണിക്കും പറയണേ. ചേച്ചി ഞാൻ കാണിക്കും പാട്ട് പാടും. അതൊക്കെ ഒരു രസല്ലേ? ഓക്കെ, സാരില്ല. അന്ന് എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോ കാണിച്ചാൽ മതി.